ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് കമാൻഡ് ആൻഡ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം നെഗറ്റീവ് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ്. നെഗറ്റീവ് കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ഫോം നെഗറ്റീവ് കമാൻഡ്സ് ആർ ഓർ റിക്വസ്റ്റ് വി ആഡ് നോ, ഡു നോട്ട്, ഡോണ്ട് ബിഫോർ ദി വെർബ്. അതായത് വെർബിന് മുന്നേ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഡു നോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം ഡോണ്ട് എന്ന് ആഡ് ചെയ്യും. അതാണ് നമ്മൾ നെഗറ്റീവ് കമാൻഡും റിക്വസ്റ്റിലും ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഡോണ്ട് കം ഇൻ, ഇവിടെ ഡു നോട്ട് എന്നാൽ ഡോണ്ട് ആയിട്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും അതാണ് ഇട്ടിരിക്കുന്നത്. ഡോണ്ട് സ്റ്റാൻഡ് അപ്പ്, ഇങ്ങനെ പ്ലീസ് ഡു നോട്ട് ത്രോ ദി ബോൾ. ഇത് ഡു നോട്ട് നമ്മൾ പരേതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്ലീസ് ഡു നോട്ട് ലെറ്റിംഗ് ഗോ ദ റൂം, ഇതാണ് ഡിഫറെൻറ്റ് രണ്ടും. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ക്വസ്റ്റ്യൻസ് ടു വിച്ച് ദി ആൻസർ ഈസ് യെസ് ഓർ ഈവൻ നോ ആ ടേം ഡാസ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ വരുമ്പോഴത്തേക്കും ആൻസർ എസ് ആണെങ്കിലും അല്ലെങ്കിൽ നോ ആണെങ്കിലും അത് വന്നിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇസ് ഇൻ ഹിയർ ബ്രദർ ഇൻ പഞ്ചാബ്. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഡിഡിൻറ്റ് യു ക്ലൈംബ് അപ്പ് എ ട്രീ, നിങ്ങൾ മരത്തിൽ കയറിയില്ലേ. ഇസൻറ്റ് ഷീ റീച്ച്, അവൾ ഇനി വന്നില്ലേ. അങ്ങനത്തെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതിനാണ് എസ് ആയാലും നോ ആയാലും ഇതിങ്ങനെ വരുന്നതിനാണ് നമ്മളത് പറയുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ചിങ് അസർട്ടീവ് സെൻറ്റൻസ് ഇൻ ടു ഇൻറ്റഗ്രേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ മാറ്റുന്നത് നോക്കാം. വി ക്യാൻ ടേൺ ആൻ അസർട്ടീവ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു ആൻ ഇൻറ്റഗ്രേറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ബൈ പുട്ടിങ് ദി വെർബ് ബിഫോർ ദി സബ്ജക്റ്റ് ആൻഡ് എൻഡിങ് ദി സെൻറ്റൻസ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വന്നിട്ട് വെറബിന് മുന്നേ ഇടുന്നതും പിന്നെ നമുക്ക് എൻഡിൽ വന്ന് ചോദ്യചിഹ്നം വരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ഇത് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീസ് ഹാൻസം, അവനെ കാണാൻ ഭംഗിയുണ്ട്. ഈസി ഹാൻസം, അവനെ കാണാൻ ഭംഗിയുണ്ടോ. ഐ ലൈക്ക് ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഡു ഐ ലൈക്ക് ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണോ. അങ്ങനെ ചോദ്യത്തിന് വരുന്നതും ആൻസർ ഇതുപോലെ. ഷീ സിങ്സ് വെൽ, അവൾ നന്നായി പാടും. ഡസ് ഷീ സിങ്സ് വെൽ, അവൾ നന്നായി പാടുമോ. യു ക്യാൻ ഗോ ഹോം, നിനക്ക് വീട്ടിൽ പോകാം. ക്യാൻ യു ഗോ ഹോം, നിനക്കൊന്ന് വീട്ടിൽ പോകാമോ. ഓക്കെ, പിന്നെ ഷീ ഹാസ് എ പെൻ, അവളുടെ കയ്യിൽ ഒരു പേന ഉണ്ട്. ഹാസ് ഷീ എ പെൻ, അവളുടെ കയ്യിൽ പേന ഉണ്ടോ. അപ്പോൾ ഇതുപോലത്തെ സെൻറ്റൻസിനെയാണ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അസർട്ടീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ വന്നിട്ട് ചേഞ്ചിങ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻ ടു അസർട്ടീവ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. വി ക്യാൻ ട്രാൻസ്ഫോം ആൻ എസ്റ്റിമേറ്ററി സെൻറ്റൻസ് ഇൻ ടു ആൻ അസർട്ടീവ് സെൻറ്റൻസ്. അതായത് എക്സ്ക്ലമേറ്ററിന്ന് അസർട്ടീവ് സെൻറ്റൻസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. മീനിങ് ഒന്നും മാറാതെ തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ കോൾഡ് ഇറ്റ് ഈസ് ടുഡേ, ഇന്ന് എന്തൊരു തണുപ്പാണ്. ടുഡേ ഇറ്റ് ഈസ് വെരി കോൾഡ്, ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഹൗ ഹാപ്പി ഷീ ഈസ് ദർ, അവൾ എത്ര സന്തോഷത്തിലാണ് അവിടെ. ഷീ ഈസ് വെരി ഹാപ്പി ഹിയർ, അവൾ ഇവിടെ എത്ര സന്തോഷത്തിലാണ്. അങ്ങനെയാണ് മീനിങ് ഒരേപോലെ വരുന്നത്. ഇവിടെ എക്സ്ക്ലമേറ്ററി വരെ ഇവിടെ ഫുൾ സ്റ്റോപ്പും വരെ, അത്രേ ഉള്ളൂ വ്യത്യാസം. വാട്ട് എ വിക്ടറി ദാറ്റ് വാസ്, അതെന്തൊരു വിജയമായിരുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് വിക്ടറി, നല്ലൊരു വിജയമായിരുന്നു. ഹൗ സ്ലോലി ഷീ വാക്ക്, എത്ര പതുക്കിയാ നടക്കുന്നത്. ഷീ വാക്ക് വെരി സ്ലോലി, അവൾ വളരെ പതുക്കിയാ നടക്കുന്നത്. വാട്ട് ആൻ ഇന്റലിജന്റ് ബോയ് ഈസ് ഈ, അവൻ എത്ര ഇന്റലിജന്റ് ആണ്. ഈസ് ഈ എ വെരി ഇന്റലിജന്റ് ബോയ്, അവനൊരു ഇന്റലിജന്റ് കുട്ടിയാണോ. ഇതാണ് നമ്മൾ നോക്കിയ നെഗറ്റീവിലെ കമാൻഡ്സും റിക്വസ്റ്റും ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ്. ഓക്കെ, ഷീ കുക്ക് ഫുഡ്, ഇത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആൻസർ ആയിരുന്നു. കഴിഞ്ഞ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ്. ഷീ കുക്ക് ഫുഡ്, അത് അസർട്ടീവ് സെൻറ്റൻസ് ആണ്. ദി നേച്ചർ ഈസ് സോ ബ്യൂട്ടി, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ, ഇംപാരറ്റീവ് സെൻറ്റൻസ്. ഹൂ ഈസ് ഷീ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.
അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.